നമസ്കാരം. നാടിൻ്റെ നാവുന്നേരും നാട്ടുപട്ട വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ തുളസി. നമ്മൾ ആദ്യം കൊടുക്കുന്ന വാർത്ത NCC കുട്ടികൾ, TKM ഹയർ സെക്കൻഡറി സ്കൂളിലെ NCC കുട്ടികൾ അവിടെയുള്ള ഒരു മഹിളാ മന്ദിരം സന്ദർശിച്ചതാണ്. കുറച്ച് സ്നേഹമസനമായ നല്ല അന്തരീക്ഷമുള്ള ഒരു പരിപാടിയായിരുന്നു. ആ വാർത്തകളും മറ്റു വാർത്തകളും ഉണ്ട്. നമുക്ക് വാർത്തകളിലേക്ക് പോകാം. ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് 7105 രൂപ, പവന് 56,840 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, കുണ്ടറ. നാളെ നവംബർ 28 റെഡ് പ്ലാനറ്റ് ഡേ. റെഡ് പ്ലാനറ്റ് ദിനമാണ്. ശാസ്ത്രരംഗത്ത് സമഗ്ര സംഭാവനകൾ നൽകിയിട്ടുള്ളവർക്ക് അംഗത്വം നൽകുന്ന വിജ്ഞാന പോഷണ സമിതിയായ റോയൽ സൊസൈറ്റി ലണ്ടനിൽ സ്ഥാപിതമായി. മലയാളത്തിലെ ആദ്യത്തെ ആത്മോദരചിച്ച യാക്കോബ് രാമവർമ്മൻ ജന്മദിനം. രാമവർമ്മൻ എന്ന സ്വദേശബോധകന്റെ ചരിത്രം എന്ന പേരിൽ 1879 പ്രസിദ്ധീകരിച്ചു. ടിഷ്യൂ കൾച്ചറിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഓസ്ട്രിയൻ സസ്യശാസ്ത്രജ്ഞൻ ഹേബർലാൻഡ് ജന്മദിനം. ഇന്ത്യൻ പുരാവസ്തുശാസ്ത്രത്തിന്റെ പിതാവെന്നറിയപ്പെടുന്ന അലക്സാണ്ടർ കണ്ണിംഗ് ഹാം ചരമദിനം. ക്വാണ്ടം സിദ്ധാന്തവും ന്യൂക്ലിയർ റിയാക്ഷൻ വികസിപ്പിച്ച എൻറിക്കോ ഫെർമി ചരമദിനം. ന്യൂട്രോൺ ബോംബിന്റെ പിതാവെന്നറിയപ്പെടുന്ന സാമുവൽ ടി കോഹൻ ചരമദിനം. റെഡ് പ്ലാനറ്റ് ദിനമായ നവംബർ 28 എണ്ണമറ്റ വർഷങ്ങളായി മനുഷ്യ നിരീക്ഷകരുടെ മനം കവരുന്ന ഗ്രഹമായ ചൊവ്വയെ അംഗീകരിക്കുന്നു. ഇപ്പോൾ അമേരിക്കൻ റോവറുകളിൽ നിന്ന് ഭൂമിയിലേക്ക് എത്തിച്ച ഫോട്ടോഗ്രാഫുകൾക്ക് നന്ദി. ചൊവ്വ ചുവപ്പാണെന്ന് നമുക്കറിയാം. നൂറ്റാണ്ടുകളായി സൗരയൂഥത്തിലെ 4ാമത്തെ ഗ്രഹത്തിന്റെ ചുവപ്പ് നിറം കണ്ടുപിടിക്കാൻ നഗ്നനേത്രങ്ങൾക്ക് കഴിഞ്ഞു. രാത്രി ആകാശത്ത് തിളങ്ങുന്നു. ചൊവ്വയുടെ ഉപരിതലത്തിലെ ചുവപ്പ് അയൺ ഓക്സൈഡിന്റെ സാധാരണ തുരുമ്പിന്റെ ആധിക്യത്തിൽ നിന്നാണ് ചുവപ്പ് വന്നതെന്ന് ശാസ്ത്രജ്ഞർക്ക് അറിയില്ലായിരുന്നു. റെഡ് പ്ലാനറ്റ് ദിനത്തിൽ പൊടി പിടിച്ച ഗ്രഹത്തെ മനസ്സിലാക്കുന്നതിനുള്ള എല്ലാ ശാസ്ത്രീയ മുന്നേറ്റങ്ങളോടൊപ്പം ചൊവ്വയോടുള്ള നമ്മുടെ ആകർഷണം ആഘോഷിക്കുകയും ചെയ്യുന്നു. BC 400 ബാബിലോണിയൻ ആകാശ സംഭവങ്ങളുടെ റെക്കോർഡ് സൂക്ഷിക്കാൻ തുടങ്ങി. അവർ ചൊവ്വയെ നേർഗൽ എന്ന് വിളിച്ചു. ശത്രുക്കളുമായുള്ള സായുധ ഏറ്റുമുട്ടലുകളിൽ ഗ്രഹത്തിന്റെ നിറവും ചോർന്ന രക്തവും തമ്മിലുള്ള ബന്ധം കാരണം പ്രത്യക്ഷത്തിൽ സംഘർഷങ്ങളുടെ രാജാവ്. പുരാതന ഗ്രീക്കുകാരും റോമാക്കാരും ഈ കൂട്ടായ്മ ഉണ്ടായിരിക്കണം. കാരണം അവരുടെ 2 ദേവാലയങ്ങളിലും യഥാക്രമം ആരസും ചൊവ്വയും യുദ്ധത്തിന്റെ ദേവന്മാരായി അറിയപ്പെടുന്നു. കാലക്രമേണ മനുഷ്യനൊരു ദിവസം നക്ഷത്രങ്ങൾക്കിടയിൽ സഞ്ചരിക്കാനുള്ള സാധ്യതയായി തീർന്നു. എഴുത്തുകാരും ചലച്ചിത്രകാരന്മാരും ചുവന്ന ഗ്രഹത്തെ ചുറ്റപ്പറ്റിയുള്ള വിസ്മയബോധം പ്രയോജനപ്പെടുത്തി ആ തുരുമ്പിച്ച നിലത്തുകൂടി നടക്കുന്നത് സങ്കല്പിച്ച് സയൻസ് ഫിക്ഷൻ സൃഷ്ടികൾ രചിച്ചു. മുമ്പത്തെ 3 ശ്രമങ്ങൾക്ക് ശേഷം സ്പേസ് ക്രാഫ്റ്റിൽ മാരിനർ 4 ചൊവ്വയുടെ ആദ്യത്തെ വിജയകരമായ പറക്കലായി. 1964 നവംബർ 28 വിക്ഷേപിച്ച പേടകം 1965 ജൂലൈ 14 ചൊവ്വയിലെത്തി. വിജയകരമായ ദൗത്യം ചൊവ്വയുടെ ഉപരിതലത്തിന്റെ 22 ചിത്രങ്ങൾ എടുത്തു. ആഴത്തിലുള്ള ബഹിരാകാശത്തിൽ നിന്ന് വരുന്ന ആദ്യത്തെ ക്ലോസപ്പ് ഫോട്ടോകളായിരുന്നു ഈ ചിത്രങ്ങൾ. ഈ ദൗത്യവും പിന്നീട് നടന്ന മറ്റു പലതും ചുവന്ന ഗ്രഹത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ നമ്മളെ സഹായിച്ചു. ഗ്രഹത്തിന്റെ ഉപരിതലത്തിലുള്ള ഇരുമ്പ് ഓക്സൈഡാണ് അതിനെ ചുവപ്പ് നിറമാക്കുന്നത്. ചൊവ്വയ്ക്ക് ഭൂമിയുടെ പകുതി വലിപ്പമുണ്ടെങ്കിലും അത് ഇപ്പോഴും 4ാമത്തെ വലിയ ഗ്രഹമാണ്. ഭൂമിയിൽ നിന്ന് ചൊവ്വയിലേക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം ഏകദേശം 33.9 ദശലക്ഷം മൈലാണ്. ചൊവ്വയിലെ 2 ഉപഗ്രഹങ്ങളുടെ പേരുകളാണ് ഡീമോസ്, ഫോബോസ്. താപനില പരിധി 191 മുതൽ 81 ഡിഗ്രി വരെയാണ്. അന്തരീക്ഷം കനം കുറഞ്ഞതും കൂടുതലും കാർബൺ ഡൈ ഓക്സൈഡാണ്. നമ്മുടെ സൗരയൂഥമാണ് ഏറ്റവും ഉയരം കൂടിയ പർവ്വതം. അത് എവറസ്റ്റ് കൊടുമുടിയുടെ 3 മടങ്ങ് ഉയരമുള്ളതാണ്. ചൊവ്വയിലെ ഒരു വർഷമാണ് 687 ഭൗമദിനങ്ങൾ. 2018 ചൊവ്വയിലെ ഒരു ധ്രുവീയ ഹിമപാളിക്ക് താഴെയുള്ള തടാകത്തിന്റെ തെളിവുകൾ ശാസ്ത്രജ്ഞർ കണ്ടെത്തി. മറ്റൊരു അത്ഭുതകരമായ വസ്തുത ഗുരുത്വാകർഷണത്തിന്റെ വ്യത്യാസം കാരണം 100 പൗണ്ട് ഭാരമുള്ള ഒരു മനുഷ്യന് ചൊവ്വയിൽ 38 പൗണ്ട് ഭാരമേ കാണുകൂ എന്നാണ്. ഇത്രയധികം ആളുകൾ ചൊവ്വയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നതിൽ അതിശയിക്കാനില്ല. വാസ്തവത്തിൽ 2030 തന്നെ മനുഷ്യരെ ചൊവ്വയിലേക്ക് അയക്കാൻ നാസ ആഗ്രഹിക്കുന്നുണ്ട്. ജീവിതം അറിയാൻ NCC കേഡറ്റുകൾ എത്തി. സഹജീവികളുടെ വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങൾ കാണാനും മനസ്സിൽ നന്മയും സ്നേഹവും പൂക്കാനും TKM ഹയർ സെക്കൻഡറി സ്കൂളിലെ 7 KBN യൂണിറ്റിലെ NCC കേഡറ്റുകൾ കരിക്കോട് തറവാട് മഹിളാ മന്ദിരം സന്ദർശിച്ചു. കുട്ടികളും മഹിളാ മന്ദിരം അന്തേവാസികളും വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. സന്ദർശനത്തിന്റെ ഭാഗമായി നടന്ന യോഗം കേരള ബറ്റാലിയൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ലഫ്റ്റനന്റ് കേണൽ സുനിൽ കുമാർ BC ഉദ്ഘാടനം ചെയ്തു. TKM ഹയർ സെക്കൻഡറി സ്കൂൾ അസോസിയേറ്റ് NCC ഓഫീസർ ലഫ്റ്റനന്റ് GB വർഗീസ്, സുബ്രത സിംഗ്, ഹവീൽദാർ മിനീഷ് കുമാർ, മഹിളാ മന്ദിര സൂപ്രണ്ട് ഉഷാറാണി, 7 KBM NCC
JS ബൈജു, ട്രെയിനിംഗ് ഓഫീസർ നിഷാന്ത് എന്നിവർ സംസാരിച്ചു. മഹിളാ മന്ദിരത്തിന് ടിവിയും മറ്റ് സഹായങ്ങളും നൽകി. പ്രിയ സഹോദരിമാരെ, സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും പ്രതീകമായ 20 പേരാണ് ഇവിടെ ഉള്ളത്. ഞങ്ങളുടെ ബറ്റാലിയനിലുള്ള 3000-ൽ പരം കേഡറ്റുകൾ, നിങ്ങളുടെ സഹോദരങ്ങൾ, നിങ്ങളുടെ കൊച്ചുമക്കൾ ഇവിടെ വരണം, നിങ്ങളെയൊക്കെ കാണണം, നിങ്ങളോടൊപ്പം സ്നേഹവും സന്തോഷവും പങ്കുവയ്ക്കണമെന്ന് വളരെയധികം ആഗ്രഹിച്ചതാണ്. പക്ഷേ സമയത്തിൻ്റെയും സാഹചര്യത്തിൻ്റെയും കുറവുകളുകൊണ്ട് എല്ലാവരെയും കൊണ്ടുവരാൻ കഴിയില്ല. 30ഓളം കേഡറ്റ്സുകൾ ഇന്ന് സെവൻ കേരള ബറ്റാലിയനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇവിടെ ചെറിയ ഒരു കലാപരിപാടികൾ നടത്തുകയാണ്. വളരെ ഗംഭീരമായ പരിപാടികളൊന്നും അല്ലെങ്കിൽ ഈ ചെറിയ പരിപാടി ഒപ്പം വളരെ കുറച്ചുള്ള ഈ സമയം നമ്മുടെ ജീവിതത്തിലെ അവിസ്മരണീയമായ നിമിഷങ്ങളായി എന്നും നമുക്ക് കാത്തു സൂക്ഷിക്കാം. ഞങ്ങൾ വളരെയധികം സന്തോഷമുണ്ട്. ഒന്നുമില്ലെങ്കിലും അരമണിക്കൂറെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ചെലവഴിക്കാൻ കഴിയും. നിങ്ങൾ ആ അരമണിക്കൂറിൽ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിലെ ഞങ്ങളുടെ എന്താണ് ഞങ്ങളുടെ ആഗ്രഹം, ഞങ്ങളുടെ ലക്ഷ്യം, അത് പൂർത്തീകരിച്ചിരിക്കും. എനിക്ക് വളരെയധികം ഉറപ്പുണ്ട് നിങ്ങൾ ഈ അടുത്ത അരമണിക്കൂർ അല്ലെങ്കിൽ 45 മിനിറ്റ് ഞങ്ങളോടൊപ്പം സഹകരിക്കും. ഒപ്പം സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് ഈ പരിപാടികൾ ആസ്വദിക്കും എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആദ്യം 7K ബറ്റാലിയന്റെ ആഹ്വാനമനുസരിച്ച് വയനാട് ഫ്ലഡ് റിലീഫിന് വേണ്ടി ഞങ്ങൾ കളക്ട് ആയിരുന്നു ആദ്യത്തെ നമ്മുടെ സോഷ്യൽ സർവീസ് ആക്ടിവിറ്റി. രണ്ടാമത് സ്വച്ഛ് പഗ്വാഡ പ്രോഗ്രാമിന്റെ ഭാഗമായി കരിക്കോട് മാർക്കറ്റ്, റെയിൽവേ സ്റ്റേഷൻ പരിസരങ്ങളിൽ നമ്മൾ ചെയ്ത പ്രവർത്തനമാണ് രണ്ടാമതായി നമ്മൾ ചെയ്തത്. മൂന്നാമത് നമ്മൾക്ക് 7K ബറ്റാലിയന്റെ സപ്പോർട്ടോടുകൂടി ഇവിടെ നമുക്ക് ഒരു സാമൂഹ്യ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ശരിക്കും ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒറ്റപ്പെട്ടു പോയവരോ ഇടം നഷ്ടപ്പെട്ടവരോ ഒക്കെയാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്. അവരോടൊപ്പം നിങ്ങൾ NCC കേഡറ്റ്സ് ആയതുകൊണ്ട് മാത്രമാണ് ഇവിടെ എത്തിച്ചേരാനും സമയം ചെലവഴിക്കാനും നിങ്ങൾക്ക് അവരെ സന്തോഷിപ്പിക്കാനും ഈശ്വരൻ ഒരു അനുഗ്രഹം ജീവിതത്തിൽ തന്നതെന്ന് കരുതിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ദിവസത്തിന് തുടക്കം കുറിക്കാം. തികച്ചും ഇതുപോലെയുള്ള സോഷ്യൽ സർവീസ് ആക്ടിവിറ്റീസ് നമ്മളുടെ മോട്ടോ തന്നെ എടുത്തുയർത്തി കാണിക്കുന്നതിന് തുല്യമാണ് യൂണിറ്റി ആൻഡ് ഡിസിപ്ലിൻ. അതാണ് നമ്മൾ NCC കേഡറ്റ്സ് എന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിലുടനീളം നമുക്ക് പ്രാവർത്തികമാക്കാൻ നമ്മളെ സഹായിക്കുന്നത്. ഗാന്ധിജി പറയുന്നുണ്ട്, the best way to find yourself is lose yourself in the service of others. ശരിക്കും നമ്മളെ തന്നെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് നമ്മൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാവുമ്പോഴാണ് ജീവിതത്തിൽ നമ്മൾക്കൊക്കെ എന്തെങ്കിലും ചെയ്തതിന്റെ ഒരു സന്തോഷവും സംതൃപ്തിയും ലഭിക്കുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ നമ്മൾ കഴിഞ്ഞ വർഷം നവജീവൻ ട്രസ്റ്റിൽ പോയതിന്റെ ഓർമ്മകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് 30 പേരെ മാത്രമേ ഇവിടേക്ക് കൊണ്ടുവരാൻ സാധിച്ചുള്ളൂ. എല്ലാവരും ചോദിക്കുന്നതാണ് ഞങ്ങളെ കൂടെ ഈ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുമോ എന്ന്. നമുക്കതിന് കഴിഞ്ഞിട്ടില്ല. പക്ഷേ നമുക്ക് ഇതൊരു നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അനുഭവം നമുക്ക് ഓരോന്നിൻ്റെയും തുടക്കമായിട്ട് നിങ്ങൾ എടുക്കണം. Oh
പൂവേ പൂവേ പാലവേ മണവിത്തിരി കരളിൽ മോഹത്തിൻ പകരം ഞാൻ പകരം നൽകാം. വണ്ടേ വണ്ടേ വാൽമുകിൽ വണ്ടേ പലവട്ടം പാടിയതല്ലേ മഴമെല്ലാം മധുരക്കനവായി മാറിപ്പോയി. മണിമില്ലിൻ നിറമുണ്ടോ മഞ്ഞോളം കുളിരുണ്ടോ ഒരു വട്ടം കൂടി ചൊല്ലാമോ. മണിമിൽ കുഴി മഞ്ഞായി മഞ്ഞിലകൻ മഞ്ഞിൽ പോ മൺവാസനയും നെഞ്ചിൽ പോ. നാടോടിൽ പൂന്തിങ്കൾ മുടിയിൽ ചോടി നവരാത്രിക്കുള്ളോ കുടമുള്ളിൽ നീട്ടി. കഴിക്കുന്ന പൂമണിക്കമലഴിഞ്ഞും പുളിയ കസവും കൊടുത്തും പുഴയുന്നൊരു നാടൻ പെണ്ണായോ. കണ്ണാടി ചില്ലറ തോൽക്കും ഇളനീരിൻ തീരാമധുരം എള്ളോളം കൊണ്ടിയെടുത്തോട്ടെ ഞാൻ മാരോളം ഇനി വന്നോട്ടെ. അമ്മേ, ഇതെങ്ങനെയുണ്ട്? നന്നായിരിക്കുന്നു. എന്റെ മരുമോൾക്കിത് നന്നായി ചേരും. ഇത് അമ്മയ്ക്കുള്ളതാ. അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയാ. ഇത് വേണം. അമ്മയ്ക്കെപ്പോഴും ഞങ്ങളുടെ സന്തോഷാ വലുത്. പൊന്നു പോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ. Express your love with golden moments. ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ് കുണ്ടറ. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തയുടെ നാമം. 100% BIS 916 ഹോൾമാർക്ക് ഗോൾഡ്. ഏതൊരമ്മയ്ക്കും അഭിമാനിക്കാനായി ചില നിമിഷങ്ങളുണ്ട്. എന്റെ മരുമകളുടെ സ്നേഹമാണ് എന്റെ അഭിമാനം. ഈ അമ്മ എന്റെ ഭാഗ്യല്ലേ. സീ പ്ലെയിൻ പോർട്ട് കുണ്ട്രയിൽ അനുവദിക്കണം. NCP. പരിസ്ഥിതി പ്രശ്നമോ മത്സ്യബന്ധനത്തിന് ബുദ്ധിമുട്ടോ ഇല്ലാത്ത സ്ഥലമായ അഷ്ടമുടിക്കായലെ കാഞ്ഞിരക്കോട് മുനമ്പം അലിൻഡ് അല്ലെങ്കിൽ സെറാമിക്സ് ഗ്രൗണ്ടുമായി ചേർന്ന് കിടക്കുന്ന സ്ഥലം
സീൽ പ്ലെയിനായി തിരഞ്ഞെടുക്കണമെന്ന് NCP പെരിനാട്, കുണ്ടറ, പേരയം, കല്ലട, മൺട്രോത്തുരുത്ത് പഞ്ചായത്തുകളിലെ ടൂറിസം വികസനത്തിന് അതിവേഗ വളർച്ചയുണ്ടാകും. ഇപ്പോഴുള്ള കുണ്ടറ മണ്ഡലത്തിന്റെ വികസന മുരടിപ്പിന് തൊഴിൽ വ്യാപന മേഖലയ്ക്കും വളർച്ച ഉണ്ടാകുമെന്ന് NCP കുണ്ടറ മണ്ഡലം കമ്മിറ്റി കുണ്ടറ ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം G. പത്മാകരൻ ഉദ്ഘാടനം ചെയ്തു. ലക്ഷ്യത്തിലേക്കുള്ള വഴി അന്വേഷിക്കുകയാണോ നിങ്ങൾ? ഉന്നത വിജയം നിങ്ങളുടെ ആഗ്രഹമാണോ? ഫുൾ A+ നിങ്ങളുടെ സ്വപ്നമാണോ? ആദ്യമെത്താൻ അറിവിൽ തുടങ്ങണം, ആഴത്തിൽ തുടങ്ങണം. മികച്ച വിജയം യാഥാർത്ഥ്യമാക്കാൻ വേണൂസിലേക്ക് സ്വാഗതം. എല്ലാ ക്ലാസുകളിലേക്കുമുള്ള അഡ്മിഷൻസ് ആരംഭിച്ചിരിക്കുന്നു. വേണൂസ് കോളേജ്, കുണ്ടറ, ഇളമ്പള്ളൂർ, കുഴിമതിക്കാട്, ചൊവ്വള്ളൂർ. ഹ്രസ്വചിത്ര പ്രദർശനം. ലൈല ക്രിയേഷൻസിന്റെ ബാനറിൽ പുറത്തിറങ്ങുന്ന 12ാമത്തെ ഹ്രസ്വചിത്രം തുടരുത് ശനിയാഴ്ച പ്രദർശിപ്പിക്കും. വൈകിട്ട് 4-ന് ആശുപത്രി മുക്ക് വേണൂസ് കോളേജിൽ PC വിഷ്ണുനാഥ് MLA ഉദ്ഘാടനം ചെയ്യും. ഇളമ്പള്ളൂർ SN/SM HSS പ്രിൻസിപ്പൽ B. അനിൽകുമാർ അധ്യക്ഷത വഹിക്കും. ചിത്രത്തിന്റെ കഥ, തിരക്കഥ, സംഭാഷണം, ഛായാഗ്രഹണം, എഡിറ്റിംഗ്, സംവിധാനം എന്നിവ നിർവഹിച്ചിട്ടുള്ളത് LT ധർമ്മയാണ്. ഭരണഘടനാ ദിനം ആചരിച്ചു. കേരളപുരം SRC ലൈബ്രറി ഭരണഘടനയുടെ 75ാം വാർഷികം സമുചിതമായി ആചരിച്ചു. ലൈബ്രറി പ്രസിഡന്റ് TC വിജയൻ അധ്യക്ഷത വഹിച്ചു. സമ്മേളനം മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഫാറൂഖ് നിസാർ ഉദ്ഘാടനം ചെയ്തു. ഭരണഘടനാ സംരക്ഷണം പൗരന്റെ ബാധ്യത എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് R. രാജേഷ് പ്രഭാഷണം നടത്തി. ലൈബ്രറി സെക്രട്ടറി B. പത്മകുമാർ സ്വാഗതവും ട്രഷറർ ഹബീബ് മുഹമ്മദ് നന്ദിയും പറഞ്ഞു. ശ്രീനിവാസൻ, M. ഷംസുദ്ദീൻ, കുമാർ G. B. ഇന്ദിര, O. രാജശേഖരി അമ്മ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ക്വിസ് മത്സരം നടന്നു. ശരീരത്തിൽ ഒരു ചെറിയ മുറിവെങ്കിലും ഉണ്ടായിട്ടില്ലാത്തവർ കാണില്ല. ചില മുറിവുകൾ പെട്ടെന്നുണങ്ങും, ചിലത് പഴുക്കും. എന്തുകൊണ്ടാണ് മുറിവിൽ പഴുപ്പുണ്ടാകുന്നത്? രോഗാണുബാധിതമായ മുറിവിൽ നിന്നും പുറത്തു വരുന്ന പഴുപ്പ് രോഗാണുക്കളോട് പൊരുതി മരിച്ച ശ്വേതരക്താണുക്കളുടെ കൂട്ടമാണ്. രക്തത്തിലെ രോഗാണുക്കളോട് എതിരിടുന്നതും രോഗങ്ങളിൽ നിന്നും ശരീരത്തെ രക്ഷിക്കുന്നതും ശരീരത്തിലെ ശ്വേതരക്താണുക്കളാണ്. ഇവ പുറപ്പെടുവിക്കുന്ന പ്രതിവസ്തുക്കൾ ആന്റിബോഡീസ് രോഗാണുക്കൾ പുറപ്പെടുവിക്കുന്ന വിഷത്തെ നിർവീര്യമാക്കുന്നു. ശ്വേതാണുക്കൾ രോഗാണുക്കളെ ഭക്ഷിച്ച് നശിപ്പിക്കുന്നു. ഈ പ്രവർത്തനങ്ങൾക്കിടയിൽ കുറേയധികം ശ്വേതരക്താണുക്കൾ ചത്തുപോകാനിടയാകും. ഇവയാണ് പഴുപ്പിന്റെ രൂപത്തിൽ മുറിവിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. ലൈബ്രറി കൗൺസിൽ കിഴക്കേക്കല്ല മൺട്രോത്തുരുത്ത് പഞ്ചായത്ത് നേതൃസമിതിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് തല ബാലോത്സവം സംഘടിപ്പിച്ചു. J. കമലാസനൻ ഉദ്ഘാടനം ചെയ്തു. B. വസന്തകുമാർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് നേതൃസമിതി കൺവീനർ T. രാജേന്ദ്രൻ ചാക്കേൽ, സംഘാടക സമിതി കൺവീനർ ബൈജു പ്രണവും, KP ജോസ്, B. കുഞ്ഞുമോൻ, ശ്രീധരൻ ആചാരി, S. അജീഷ്, R. സുനിൽകുമാർ, ഗിരീഷ് കുമാർ, A. ചാൾസ്, ഗിരീഷ് കുമാർ, പ്രകാശ് പള്ളിയാടി, ശ്രീധരൻ, ആർട്ടിസ്റ്റ് ജയരാജ് ചിറ്റുമല, രാധിക എന്നിവർ സംസാരിച്ചു. വിജയികൾക്കുള്ള പുസ്തകങ്ങളും സർട്ടിഫിക്കറ്റുകളും താലൂക്ക് ജോയിന്റ് സെക്രട്ടറി G. വേലായുധൻ വിതരണം. എന്തിന് മണ്ടത്തരങ്ങൾ വിശ്വസിക്കണം? പാമ്പ് പാല് കുടിക്കുമോ? പാമ്പുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി അന്ധവിശ്വാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിന്റെ ഒരു ഭാഗമാണ് പാമ്പിന് 100 പാലും നിവേദിക്കൽ. യഥാർത്ഥത്തിൽ പാമ്പ് 100 പാലോ കുടിക്കുമോ? നമുക്ക് നോക്കാം. പാമ്പും വിശ്വാസങ്ങളും. ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും മതസമൂഹങ്ങളിലും വ്യത്യസ്ത രീതികളിലാണെങ്കിലും സർപ്പാരാധന നിലനിൽക്കുന്നുണ്ട്. സുമേറിയൻ, ബാബിലോണിയൻ സംസ്കാരങ്ങളിൽ അധോലോകത്തിലെ ഭീകരദേവതകളായ എരിഷ്കികൾ, അല്ലാറ്റു എന്നിവയ്ക്ക് സർപ്പരൂപമാണുണ്ടായിരുന്നത്. നാഗങ്ങൾ ഗോത്രചിഹ്നങ്ങളായിരുന്നതിന്റെ ഉദാഹരണങ്ങളും നാഗാരാധനയുടെ പ്രാചീനതയെ വെളിപ്പെടുത്തുന്നു. ചൈന, ശ്രീലങ്ക, ജപ്പാൻ, ജാവ, കംബോഡിയ, മെക്സിക്കോ, ഈജിപ്റ്റ്, ഇന്ത്യ എന്നിവിടങ്ങളിൽ വൈവിധ്യമാർന്ന നാഗാരാധന ഇന്നും തുടർന്നു പോരുന്നുണ്ട്. അതിന്റെ മറ്റൊരു മുഖമാണ് ചൈനയിലും മറ്റുമുള്ള ഡ്രാഗൺ നൃത്തങ്ങൾ. എന്നാൽ ഗ്രീക്ക് പുരാവൃത്തങ്ങളിൽ തിന്മയുടെ പ്രതീകമായ ഭീകരജീവികളായിട്ടാണ് സർപ്പങ്ങളെ ചിത്രീകരിച്ചിരിക്കുന്നത്. അവയെ നശിപ്പിക്കുന്നതിന് തീവ്രയത്നം നടത്തിയ കഥകളും പ്രചാരത്തിലുണ്ട്. ലെർണ എന്ന പ്രദേശത്ത് 9 തലയുള്ള ഒരു സർപ്പത്തെ ഹെർക്കുലീസ് വധിച്ചതായുള്ള കഥ അക്കൂട്ടത്തിലൊന്നാണ്. പുരാതന ഗ്രീസിൽ നന്മയുടെ പ്രതീകങ്ങളായ സർപ്പങ്ങളെയും കാണാം. ലോകത്തെ എല്ലാ മതങ്ങളിലും പാമ്പുകളുമായി ബന്ധപ്പെട്ട കഥകൾ പ്രചാരത്തിലുണ്ട്. ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഹിന്ദുമത വിശ്വാസത്തിൽ പാമ്പുകളും
ദേവീദേവന്മാരുമായി ബന്ധപ്പെട്ട് ധാരാളം കഥകൾ നിലനിൽക്കുന്നുണ്ട്. പാമ്പുകൾക്ക് മാത്രമായി ക്ഷേത്രങ്ങളും പ്രത്യേക ആരാധനാ രീതികളുമുണ്ട്. മഹാവിഷ്ണു നാഗത്തിൽ ശയിക്കുന്നു. ശിവന് നാഗം കണ്ഠാഭരണമാണ്. ഗണപതിക്ക് പൂണൂൽ, ദുർഗയ്ക്ക് ഒരായുധം, കാളിക്ക് വള, സൂര്യന് 7 കുതിരകളെ തന്റെ രഥത്തിൽ പൂട്ടാനുള്ള കയർ, ദക്ഷിണാമൂർത്തിക്ക് തോൾവള, ത്വരിതാദേവിക്ക് കുണ്ഡലം, സരസ്വതിക്ക് മാല, ശ്രീകൃഷ്ണനൊരു സന്ദർഭത്തിൽ കാളീഭണങ്ങൾ നടനവേദി, ഗരുഡന് അത് ആഭരണം, വരാഹി മാതാവിന്റെ ഇരിപ്പിടം, ശേഷനാഗം, വരുണന് പാമ്പിൻ പത്തി കുട. ഈ പാമ്പുകൾക്കെല്ലാം പ്രത്യേകം പേരുകളുമുണ്ട്. യാഥാർത്ഥ്യം: പുരാതന കാലത്ത് തനിക്ക് കീഴടങ്ങുകയും നിയന്ത്രിക്കുകയും ചെയ്യാനാവാത്ത പ്രകൃതി ശക്തികളെയും ജീവജാലങ്ങളെയും മനുഷ്യൻ ആരാധിക്കുകയും പ്രീതിപ്പെടുത്തുകയും ചെയ്യാനാണ് ശ്രമിച്ചിട്ടുള്ളതെന്ന് മനുഷ്യചരിത്രവും പുരാണ ഗ്രന്ഥങ്ങളും പരിശോധിച്ചാൽ മനസ്സിലാക്കാം. ഇതിന്റെ ഭാഗമായിട്ടായിരിക്കണം സർപ്പാരാധനയുടെ തുടക്കവും എന്ന് കണക്കാക്കപ്പെടുന്നു. പാമ്പുകൾ അപകടകാരികളായ ജീവികളാണ്. നമ്മൾ അങ്ങോട്ട് ചെന്ന് അവയുടെ സ്വൈരജീവിതത്തിന് ഭംഗമുണ്ടാക്കാത്തിടത്തോളം അവ തിരിച്ച് വിശേഷിച്ച് ഒരു തരത്തിലും നമ്മളെ ഉപദ്രവിക്കാറില്ല. എന്നാൽ സർപ്പങ്ങളെ പോലെ അന്ധവിശ്വാസങ്ങൾക്ക് കാരണമായ ഒരു ജീവിവർഗവും വേറെയില്ല. നാടൻ പാട്ടുകളും തലമുറകളെ തുടരുന്ന വിശ്വാസങ്ങളും പഴങ്കഥകളും മറ്റുമായി ഈ ഇടജന്തുക്കൾക്ക് ഒരു നിഗൂഢ പരിവേഷം ചാർത്തി നൽകിയിട്ടുണ്ട്. ഇന്ത്യയിൽ, വിശിഷ്ട കേരളത്തിൽ, പാമ്പുകൾക്ക് മാത്രമായി ക്ഷേത്രങ്ങളും അവിടങ്ങളിലെ ഉത്സവത്തിന് കളക്ടർ അവധി പ്രഖ്യാപിക്കുക വരെ ചെയ്യുന്നു. ഹൈന്ദവ വിശ്വാസപ്രകാരം സർപ്പപ്രീതിക്കായി 100 പാലുമാണ് നിവേദ്യമായി നൽകുന്നത്. അരിപ്പൊടി, മഞ്ഞൾപ്പൊടി, കദളിപ്പഴം, ഇളനീർ എന്നിവ ചേർത്തുള്ള മിശ്രിതമാണ് 100. എന്നാൽ പാമ്പുകൾക്ക് ഇത്തരം ഭക്ഷണങ്ങൾ കഴിക്കില്ല എന്നതാണ് സത്യം. കാരണം പാമ്പുകൾ സസ്യബുക്കുകളല്ല. എല്ലാ പാമ്പുകളും മാംസബുക്കുകളാണ്. തവള, എലി, ചെറുപക്ഷികൾ, മുട്ട എന്നിവയാണ് സാധാരണ ഭക്ഷണം. നാക്കുപയോഗിച്ച് ഇരയുടെ ഗന്ധം മനസ്സിലാക്കുന്നു. ഇരയെ ഞെരുക്കി കൊന്നും വിഷം കുത്തിവെച്ചു കൊന്നും പാമ്പുകൾ ആഹാരമാക്കുന്നു. പാമ്പുകൾ പാമ്പുകളെ തന്നെ ആഹാരമാക്കാറുണ്ട്. കുറഞ്ഞ മെറ്റബോളിസം ഉള്ളതിനാൽ കുറെ കാലം ആഹാരം ഇല്ലാതെയും ഇവയ്ക്ക് ജീവിക്കാനാവും. ഇത് പറയുമ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം ഉയർന്നു വരാം: പാമ്പുകൾ പാല് കുടിക്കുന്ന വീഡിയോകൾ ഞങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ എന്ന്. പാമ്പുകൾ പാല് കുടിക്കാറില്ല. അതിന്റെ ആമാശയത്തിൽ പാല് പോലുള്ള പദാർത്ഥങ്ങളെ ദഹിപ്പിക്കുന്ന തരത്തിലുള്ള ദഹനരസങ്ങളില്ലെന്നാണ് ജീവശാസ്ത്രകാരന്മാർ പറയുന്നത്. തങ്ങളുടെ ആമാശയങ്ങൾക്ക് യോജിക്കാത്ത തരത്തിലുള്ള ഭക്ഷണം കഴിക്കാതിരിക്കാനുള്ള വിവേകം മിക്കവാറും എല്ലാ ജീവികൾക്കുമുണ്ട്. നാഗപഞ്ചമിക്കാണ് പാമ്പാട്ടിമാർ പാമ്പുകളെ കൊണ്ട് പാല് കുടിപ്പിച്ചുകൊണ്ടുള്ള പ്രകടനങ്ങൾ നടത്തുക. അതിനായി മാസങ്ങളോളം അവർ പാമ്പുകളെ പട്ടിണിക്കിടും. അങ്ങനെ എന്തു കിട്ടിയാലും കഴിക്കുമെന്ന അവസ്ഥയിലാണ് പാമ്പുകളെ കൊണ്ട് പാല് കുടിക്കുന്ന പ്രകടനം നടത്തുന്നത്. ആദ്യം അല്പം കുടിച്ചാലും അത് താമസിയാതെ അപകടം തിരിച്ചറിഞ്ഞ് പാൽപാത്രത്തിൽ നിന്ന് തലവെട്ടിക്കും. ഉരകവർഗത്തിൽപ്പെട്ട ജീവികളാണ് പാമ്പുകൾ. 520 ജനുസുകളിലായി 3900ഓളം സ്പീഷീസുകൾ പാമ്പുകളുണ്ട്. ഇന്ത്യയിൽ 300ഓളം ഇനങ്ങളും കേരളത്തിൽ 100ലധികം ഇനങ്ങളുമുണ്ട്. ഭൂരിഭാഗവും വിഷമില്ലാത്തവയാണ്. പാമ്പ് കടിച്ചാൽ ഇതിന് ലോകത്തെവിടെയും ഒരു ചികിത്സ മാത്രമാണുള്ളത്. അത് ആന്റിവെനം എന്ന പാമ്പിന്റെ വിഷം ഉപയോഗിച്ച് തന്നെ തയ്യാറാക്കുന്ന ഒരു തരം ആന്റിബോഡിയാണ്. ഇതല്ലാതെ പാമ്പ് കടിച്ച ശരീരഭാഗത്ത് കല്ല് വെച്ചും മന്ത്രം ജപിച്ചും കാത്തിരുന്നാൽ കടിയേറ്റയാളിന്റെ ജീവൻ അപകടത്തിലാകും. ഇന്ന് മനുഷ്യന് ഏറെ തിരിച്ചറിവുകൾ ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ ആരും ഇത്തരം കപട ചികിത്സകൾക്ക് പുറകെ പോകുന്നില്ലെങ്കിലും സർപ്പാരാധനയും അതുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളുടെ ഭാഗമായ 100 പാലും നിവേദിക്കൽ, നാഗപൂജ, പുള്ളുവൻ പാട്ട്, നാഗക്ഷേത്രങ്ങളിലെ ഉത്സവമെല്ലാം ആഘോഷപൂർവ്വം നടക്കുന്നു. അതിന് സർക്കാർ വക അവധിയും നൽകുന്നു. മനുഷ്യർ അന്ധവിശ്വാസങ്ങളിൽ കുരുങ്ങിക്കിടക്കേണ്ടത് ചില മനുഷ്യരുടെ വയറ്റിപ്പിഴപ്പിന് പ്രശ്നമാണ്. ശരിയായ അറിവുകൾ ശേഖരിക്കാൻ ധാരാളം മാർഗമുള്ള ഈ കാലത്ത് എന്തിന് നമ്മൾ ഇടത്തരങ്ങൾക്ക് പുറകെ പോകണം? സുധി ശങ്കർ. നാട്ടുവട്ട വാർത്തകൾ ഇന്ന് സമാപിക്കുകയാണ്. ലൈല ക്രിയേഷൻസിന്റെ ബാനറിൽ പുറത്തിറക്കുന്ന 12ാമത്തെ സിനിമ തുടരുത് ഈ ശനിയാഴ്ച വൈകുന്നേരം 4:30 ആശുപത്രി മുക്ക് വേണീസ് കോളേജിൽ എൻ്റെ ആദ്യ യൂട്യൂബ് റിലീസും ആദ്യ പ്രദർശനവും PC വിശ്വനാഥ് MLA ആണ് നിർവഹിക്കുന്നത്. നിങ്ങളെ ഓരോരുത്തരെയും ആ ചടങ്ങിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമായ ഞങ്ങളുടെ 11 ഹ്രസ്വ ചിത്രങ്ങളുണ്ട്. 6 മുതൽ നോട്ടം വരെയുള്ള ചിത്രങ്ങൾ. ആ ചിത്രങ്ങളും നിങ്ങളെല്ലാവരും കാണുകയും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും വീട്ടിലുള്ള മറ്റുള്ളവരെ കൂടി കാണിക്കണം എന്ന അഭ്യർത്ഥനയോടെ നാളെ രാത്രി വീണ്ടും പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം. അതുവരെ നാട്ടുവട്ടം ടീമിന്റെ സ്നേഹം, ആദരം.